ഹായ് ഹലോ, എന്തൊക്കെയാണ് വർത്തമാനം? സുഖല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ചെറിയ ചെറിയ വാർത്തകളിലെ വലിയ വലിയ കാര്യങ്ങളൊന്ന് നോക്കി വന്നേരം എന്തൊക്കെയാണെന്നുള്ളത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ പാരഡി കേസായി എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ ഒരു ഫേമസ് പാട്ടുണ്ടല്ലോ ഇപ്പോൾ പോറ്റിയെ കേറ്റി എന്ന് പറഞ്ഞ പാട്ട്, അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് മതസ്പർദ്ധ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു, അങ്ങനെ കുറെ വകുപ്പുകളാണ് അതിൽ വന്നിട്ടുള്ളത്. അത് ഇനിയും കേസുകൾ എന്താ പറയാ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ലെവലിലാണ് ഇപ്പം നിർത്തിയിട്ടുള്ളത്. നമുക്കേ ആദ്യം ആദ്യത്തെ പരിപാടി ആ പാട്ടൊന്ന് കേൾക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മതി ബാക്കിയുള്ള പരിപാടി. ഓക്കെ. തിരുവനന്തപുരം ശബരിമല സ്വർണ്ണക്കൊള്ള അടിസ്ഥാനമാക്കിയുള്ള പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്നതാണെന്ന പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. ഗാനരചയിതാവ് JP കുഞ്ഞബ്ദുള്ള, ഗായകൻ ഡാനിഷ് മലപ്പുറം, റീൽസ് തയ്യാറാക്കിയ സുബൈർ പന്തല്ലൂർ എന്നിവർക്കും സുബൈറിന്റെ സ്ഥാപനമായ CMS മീഡിയയ്ക്കുമെതിരെയാണ് കേസ്. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന്റെ FIR കുഞ്ഞബ്ദുള്ളയ്ക്ക് പകരം കുഞ്ഞുപിള്ള എന്നാണ് പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തിനു പേര് അങ്ങനെ? കുഞ്ഞബ്ദുള്ള എന്നാണ് പേര്, പിന്നെ എന്തിനാ കുഞ്ഞുപിള്ള എന്ന പേര് രേഖപ്പെടുത്തുന്നത്? അതിന്റെ ബാക്കിലുള്ള കുറ്റൻസ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതിനാണോ? തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കേക്കല DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മതവികാരം വ്രണപ്പെടുത്തൽ, സമുദായങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വളർത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ പാട്ടിൽ എവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത്? അതായത് മതവിദ്വേഷം, അതുപോലെ സമുദായങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വളർത്തുക, മതവികാരം വ്രണപ്പെടുത്തുക, ഏത് വരികളിലാണ് ഈ സംഗതികളുള്ളത്? അടുത്ത് നോക്കാം. ഗാനം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കും. അത് വേറെ കാര്യം. ഗാനം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കും. വീണ്ടും പരാതികൾ ഉയർന്നാൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കൂടുതൽ കേസുകൾ എടുക്കാനാണ് സർക്കാർ നീക്കം. അതായത് പൂട്ടാൻ തന്നെയാണ് പരിപാടി. ഈ പാട്ട് ആരൊക്കെ പാടുന്നു, ആരൊക്കെ പ്രചരിപ്പിക്കുന്നു, അവർക്കൊക്കെതിരെ കേസ് പോകും. എന്നാലും അവർ നന്നാവുന്ന പരിപാടിയില്ല. ഞങ്ങൾ നന്നാവില്ല, നമ്മൾ ഇതൊക്കെ തുടരും. അതൊന്നും ആരും പറഞ്ഞ് പരത്താൻ പാടില്ല എന്നുള്ളത്. അയ്യപ്പന്റെ പേര് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്ന മതവികാരം വ്രണപ്പെടുത്തിയെന്നും ആരോപിച്ച് പാരഡി ഗാനത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജോൺ എബ്രഹാം അറിയിച്ചു. ഗാനം 3 മാസം മുൻപ് തയ്യാറാക്കിയതാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. വീഡിയോ വൈറലായതിനു ശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു. CPMനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പൊ ഇതാണ് സംഗതി, മനസ്സിലായില്ല? ഇതിപ്പോ ഇലക്ഷൻ തോറ്റ സമയത്തേ അവർക്ക് ഒന്നായിട്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് സമനിലൊക്കെ തെറ്റിക്കണു. അതാണ് കണ്ണൂര് കുറെ ആൾക്കാർ വാളായിട്ട് ഇറങ്ങിയത്. ആകെ കൈക്കെന്ന് പോയി നിൽക്കുകയാണ് അവർക്ക്. അപ്പൊ പിന്നെ കെട്ടിയപ്പിലൊക്കെ കയറി പിടിക്കുകയാണ്. ഇപ്പൊ പാട്ടുമ്മലാണ് ഇപ്പൊ കയറി പിടിച്ചിട്ടുള്ളത്.
ഇപ്പൊ ഉറപ്പല്ല ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലൊക്കെ പിടിക്കുന്ന ഫുള്ള് CPM അല്ലേ, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതല്ല ഇവര് പണ്ടേ ഈ ചീത്തപ്പേരുണ്ട്, അമ്പലം വിഴുങ്ങികൾ എന്നുള്ള പേര്. ഏതായാലും നമുക്ക് അടുത്ത വാർത്തയിലോട്ടൊന്ന് പോയാലോ. ഓക്കെ, അടുത്തത് എന്താണ് വാർത്ത? അടുത്തത് ഇത് നമ്മുടെ SIRന്റെ ഒഴിവാക്കിയ ആൾക്കാര് 24.9 ലക്ഷം, ഏതാണ്ട് 25 ലക്ഷം ആൾക്കാർക്കടുത്ത് എന്താ പറയാ പട്ടികയിൽ നിന്ന് പുറത്തായിരുന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും 25 ആൾക്കാർ പുറത്തായോ? ഇല്ല. കാരണം അത് എങ്ങനത്തെ ആൾക്കാരാണ് ഈ പുറത്തായിട്ടുള്ളത്? ഒന്ന് ഈ മരിച്ച ആൾക്കാര്, അവര് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ എന്താ പറയാ പുറത്തായിരിക്കും അവര്, സ്ഥലം മാറി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അബ്രോഡൊക്കെ ആയിരിക്കും, അവിടെ സെറ്റിൽ ആയ ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ ഒഴിവാക്കിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ ഫോം കൃത്യസമയത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫോമിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ വന്നേക്കാം. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഭൂരിപക്ഷവും മരണപ്പെട്ട ആൾക്കാരെ ഒഴിവാക്കിയതായിരിക്കും. പിന്നെ അബ്രോഡൊക്കെ പോയ, സ്ഥലം മാറി പോയ ആൾക്കാരൊക്കെ ഒഴിവാക്കിയായിരിക്കും. അങ്ങനെയാണ് 25 ലക്ഷം ആൾക്കാർ വരികയെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക അഭിപ്രായം. അല്ലാതെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഇവിടെയുള്ള 25 ലക്ഷം ആൾക്കാരെയൊന്നും ഇതിൽ നിന്ന് അങ്ങനെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അവിടെ അവസ്ഥ മാറും അല്ലേ? എന്റെ ബലമായ സംശയം തന്നെയാണ്. അങ്ങനെ 25 ലക്ഷം ആൾക്കാരെ ഇന്ന് ശുദ്ധികലാശം എഴുതി ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന്. എന്നാലും കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ, ജെന്യൂൻ ആയിട്ട് ചിലപ്പോൾ ഫോമിൽ വല്ല പ്രശ്നങ്ങൾ വന്നതോ അങ്ങനത്തെ ഒരു 5%, ചിലപ്പോൾ അതിൽ താഴെയോ ഒക്കെ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് വീണ്ടും അപേക്ഷിക്കാനും അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ കരട് വിജ്ഞാപനം 24-ാം തീയതി ഇറങ്ങും. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കരട് വോട്ടർ പട്ടിക. അപ്പൊ അറിയാം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. ഒഴിവാക്കിയ ആൾക്കാരുടെ പേര് ഇന്ന് കൊടുത്തിട്ടുണ്ട്, ഇനി ആരൊക്കെ ഉള്ളത് എന്നുള്ളതിൽ 24-ാം തീയതി ഇറങ്ങും. അതാണ് ഈ വാർത്ത പറയുന്നത്. അടുത്ത വാർത്ത എന്താ? ഇത് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചിട്ടുള്ളത്. ബീഹാർ അല്ലേ, കുറെ ആൾക്കാർ 65 ലക്ഷത്തെ പുറത്തായി എന്ന് പറഞ്ഞു. ഇതാണ് സംഗതി. ഒരുപാട് മരണപ്പെട്ട ആൾക്കാരെയും സ്ഥലം മാറിപ്പോയ ആൾക്കാരെയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതിലൊരു 5% ഓൾറെഡി ഫോം കൊടുത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ടാവും. അവർക്ക് വീണ്ടും എന്താ പറയാ അതില് പേര് ചേർക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് എന്താ പറയാ അർഹമായ ആളുകളെ ഒഴിവാക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ടത്. അല്ല, അപ്പോഴാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്, അപ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. പക്ഷെ ഇത് 25 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം, അത്രയും ആൾക്കാർ ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കത്തും, അത് വേറെ വിഷയം അല്ല. ഇത് കൃത്യമായി ഒഴിവാക്കേണ്ട ആൾക്കാരെയാണ് 24 ലക്ഷം എന്ന് പറയുന്നത്. മരണപ്പെട്ടവരും പുറത്തുപോയ ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ. ഓക്കെ, അടുത്തെടുത്താലോ. പെർഫോമൻസ് ഓഡിറ്റിംഗ് ഇൻ ലീഗ്. ഇതെന്താ സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പഞ്ചായത്തുകളിൽ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പഞ്ചായത്തുകളിൽ ഓപ്പോസിഷൻ ഇല്ലാത്ത ലീഗ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഓപ്പോസിഷൻ ഇല്ലാത്തൊരു ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ചുകൊണ്ടോ, ഒരാൾ ചോദിക്കാനും പറയാനുമില്ല, എന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാലേ അപ്പൊ കൃത്യമായിട്ട് ഒരു കടിഞ്ഞാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പൊ അതിനെതിരാണ് ഇത് പെർഫോമൻസ് ഓഡിറ്റ്. അപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ 6 മാസത്തിലും എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്ന് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ ലീഗ് എടുത്തിട്ടുണ്ട്. എത്രത്തോളം നടക്കുന്ന അറിയില്ല, നടന്നാൽ നല്ല കാര്യം. അല്ല, പുറത്തുനിന്നൊരു എന്താ പറയാ ഒരു വിഷൻ വേണം. മറ്റേ പ്രതിപക്ഷം നോക്കും എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പരിപാടി. പ്രതിപക്ഷം ഇല്ലെങ്കിൽ ആര് നോക്കാൻ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞ സംഗതി. കുറച്ചൊന്നല്ലല്ലോ, എനിക്ക് തോന്നുന്നു കുറച്ചധികം പഞ്ചായത്തുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രതിപക്ഷം ഇല്ലാതെ നമ്മുടെ ലീഗ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിക്കാണ്ട് ഭരിക്കുന്നത്. മലപ്പുറം മുനിസിപ്പാലിറ്റി ആകെ 7 ആൾക്കാരാണുള്ളത് LDF-ന്. ബാക്കിയൊക്കെ നമ്മുടെ ലീഗ് തൂത്തു വരില്ലേ. 7 ആൾക്കാരെ വെച്ച് വേണമെങ്കിൽ 38 ആൾക്കാരെ ഇനി മേയ്ക്കാൻ, ഒന്ന് ആലോചിച്ച്. പക്ഷെ 7 ആൾക്കാരെങ്കിലും വേണം കേട്ടോ, വേറെ വിഷയം. അവരും കൂടി ഇല്ലാന്നുണ്ടെങ്കിലേ, അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു ബില്ല് പാസ്സാക്കി എങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം വേണം. അതില്ലാന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. അത് ചിലപ്പോ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും പ്രതിപക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മുടെ ലീഗിലെ ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്, ഇങ്ങനത്തെ ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു വാർത്തയാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ
വാർത്തയല്ല, ഒരു ചെറിയ ഫോട്ടോ ആണ്. അതായത് സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോറ്റി കേറ്റി എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഇപ്പൊ വിവാദമായ കേസൊക്കെ കൊടുത്ത് ഇരിക്കുന്ന പാട്ട്, അത് പാടിയിട്ടുള്ള ആള് നമ്മുടെ ഡാനിഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിക്ക് നമ്മുടെ മേൽമുറി പൗരസമിതി ഒരു ഉപഹാരം നൽകി. അത് കൊടുക്കുന്നത് നമ്മുടെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ്. ഇത് ഞാൻ അധികം യോജിക്കുന്ന സംഗതിയല്ല. പക്ഷെ തങ്ങൾ ഇത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞ ഒരു ഡിഗ്നിറ്റി ഉള്ള അത്രയും ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. പുള്ളി ഇതുപോലത്തെ ഒരു സംഗതി ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇത് മുമ്പുള്ള തങ്ങന്മാരുടെ ഒക്കെ ഒരു ലെവൽ നമുക്കറിയാം. ഒരു പാർട്ടിയിൽ ടോപ്പ് പൊസിഷനിലാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാരെ അവരിങ്ങനെ വിമർശിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ എപ്പോഴും ലീഗിന്റെ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അവർ പറയാറുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് പാർട്ടി ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ ഒന്നും തങ്ങന്മാർ ചെയ്യാറില്ല. അതാണ് അവരുടെ ഡിഗ്നിറ്റി, അതാണ് അവരുടെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആളുകൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഈ പാട്ടിൽ എന്തുണ്ട്, ഒരു പാർട്ടിയെ കുറ്റം പറയുന്നുണ്ട് അല്ലെ, മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നുണ്ട്. അപ്പൊ അത് പാടിയ ഒരാൾക്കാണ് ഒരു തങ്ങളെ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. തങ്ങൾക്ക് മാറി നിൽക്കാമായിരുന്നു. മിക്കവാറും ഇത് തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ മിക്കവാറും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസ് അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് നാളത്തെ ചെറിയ വാർത്തകളിലെ വലിയ വലിയ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.